വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിൽ പോകുന്ന കുറെ കാലമായി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്താ പറയാ പോകുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം എടുത്തിട്ട് രാത്രിയാണ്, എനിക്ക് പകല് ഒന്ന് എടുക്കണം, അതാണ് ഉദ്ദേശം. പകലിന് ബാംഗ്ലൂർ പോകുന്നത്. കാരണം പണ്ട് മുതലേ പോകുന്ന സ്ഥലമായിട്ട് എനിക്കൊന്ന് മര്യാദക്ക് വ്ളോഗിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കൂടെ വൈഫ്, മോൻ ഇതാ. അങ്ങനെ വൈഫ്, മോനും ഞാനും കൂടെ രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം 6:45, 6:45 നമ്മളിപ്പോൾ കതിരൂരെത്തി. ഇതാ കതിരൂര്, അതായത് നമ്മുടെ കൂത്തുപറമ്പ് കതിരൂർ റോഡ്. ഇവിടുന്ന് റൈറ്റ് പോയാൽ കൂത്തുപറമ്പ്, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തലശ്ശേരി. ആ തലശ്ശേരി ഭാഗം ഈ കാണുന്നത് കൂത്തുപറമ്പ് ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണ്. രാവിലെ തന്നെ മഴ ഉണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. രാവിലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 3 മണിക്ക് 3:30 ഞെട്ടിയതിന് ശേഷം നല്ലോണം മഴ കണ്ട് കുറച്ച് ടെൻഷനായി. കാരണം ഈ കഴിഞ്ഞ 2 ദിവസം ഇനി അടുത്ത വരുന്ന 2 ദിവസം ഇവിടെ ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആ വീരാജ്പേട്ട മടിക്കൽ റോഡ് ഉണ്ടല്ലോ, ഈ പ്രാവശ്യം ആ വാഹനങ്ങൾ അധികം കാണിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചില്ല. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം കാണിച്ചു, അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം കാണിച്ചു. നമ്മൾ പഴയ വണ്ടി ഇതിൽ കാണിച്ചു, തലക്കാവിലൊക്കെ പോകുന്നത്. അപ്പം ഇനി ഞങ്ങൾ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല മഴകളൊക്കെ ഉണ്ടെങ്കിൽ, മഴയുണ്ടെങ്കിൽ അതേപോലെ തടസ്സമൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് എത്തട്ടെ. അപ്പോൾ എന്നാൽ പിന്നെ ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് എത്തുമ്പോൾ ഇത് കൂത്തുപറമ്പ് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇത് കാണുന്ന റോഡാണ് കണ്ണൂർ റോഡ്. ഇതുണ്ടോ കണ്ണൂർ റോഡ്. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡ്. രാവിലെ 6:45, 6:51 ആകുമ്പോഴേക്കും നമ്മളെ കൂത്തുപറമ്പ് ടൗണ്. നമ്മളെ നാട്ടിലെ ആളുകൾക്ക് ഇതൊരു കൗതുകമായിരിക്കില്ല. ഗൾഫിൽ കാണുന്ന ഗൾഫിൽ നിന്ന് ബ്ലോഗ് കാണുന്ന ആൾക്കാർക്കെല്ലാം ഒരു രസമായിരിക്കും കാണുമ്പോൾ അല്ലേ. എവിടെയെല്ലാം ജോലി ചെയ്ത് ഇവിടെ നാട്ടുകാർക്കൊക്കെ പുലർക്കാലത്ത് നമ്മളെ കൂത്തുപറമ്പ് ടൗണ് കാണുമ്പോൾ ഉള്ളൊരു രസം കണ്ടോ. ഇത് തൊക്കിലങ്ങാടി എന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ നോക്കിയാൽ തൊക്കിലങ്ങാടിയില്ലേ. ഞാനിവിടെ ജോലി ചെയ്ത ആളാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു പണ്ടത്തെ ഐഡിയന്റെ ഷോറൂം ഉണ്ട്. ഇതാ ഒന്ന് കാണിച്ചു കൊടുക്കും. തിരിച്ച് കാണിച്ചില്ലേ? ഓക്കെ. ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഐഡിയന്റെ ഷോറൂം. ഇതാ എക്സാക്ട്ലി ഇതാ ഇവിടെ ഇത് ഈ കാണുന്ന ബിൽഡിങ്. അതവിടെ അവിടുത്തെ മാനേജറായിട്ട് 2003 വർക്ക് ചെയ്തത് ഞാൻ ഇവിടെ. എന്നിട്ട് ഈ സ്ഥലത്തിന്റെ പേരിനോട് മറന്നുപോയി. പാലത്തിങ്കര, തൊക്കിലങ്ങാടി അപ്പുറത്താന്ന് തോന്നുന്നു. പാലത്തിങ്കര എന്നല്ലേ അല്ലേ. ഇനി അപ്പൊ അങ്ങനെ നമ്മള് കൂത്തുപറമ്പ് ടൗൺ കഴിഞ്ഞു. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞ് റൈറ്റ് പോയാൽ നമ്മൾ കണ്ണവം നെടുമ്പയിൽ റോഡ്. ഇപ്പൊ മാനന്തവാടി അങ്ങോട്ടൊക്കെ പോകുന്ന ഭാഗങ്ങളൊക്കെ ഭയങ്കര മഴ കാരണം, നല്ല മഴ കാരണം ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഭയങ്കരം എന്നുള്ള വാക്കുകൾ ഒഴിവാക്കാൻ. ഇവിടുന്ന് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ണവം റോഡ്, അതേപോലെ നെടുമ്പയിൽ റോഡ് അതല്ലേ. കൊട്ടിയൂർ അമ്പലം, ഇരിട്ടി, കണ്ണൂർ വിമാനത്താവളം ലെഫ്റ്റ്. ഇതാ ഇവിടുന്ന് കൊട്ടിയൂർ വിമാനം, കണ്ണവം, നെടുമ്പയിലൊക്കെ പോണത് ആ റോഡിലേക്കാണ് അല്ലേ, ആ റോഡിലേക്ക്. അപ്പൊ ഇനി നമ്മൾ നേർക്ക് പോട്ടെ. നമ്മള് മട്ടന്നൂർ, ഇരിട്ടി, നേരെ മടിക്കേരി എത്തിട്ട് നല്ല മഴക്കാറാണ്. നല്ല ഇരുണ്ട് പിടിച്ചിരിക്കുന്നുണ്ട്. നല്ലെന്ന് പറഞ്ഞാൽ നല്ല മഴ. സമയം 7:05 7:03 ആയിട്ടേ ഉള്ളൂ. നമ്മൾ മട്ടന്നൂർ എത്താനാകുന്നേ ഉള്ളൂ. ഒരു മച്ചാലൊക്കെ കഴിഞ്ഞ മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ കാണുന്നുണ്ടോ, ഇരുണ്ട് പിടിച്ചിട്ടാണ്. അതുകൊണ്ട് എന്താ പറയാ, നമ്മൾക്ക് ഇവിടെയല്ല ടെൻഷൻ നേരെ നമ്മുടെ എന്താ പറയാ കൊടകിലേക്ക് പോകുന്ന വഴിക്കുള്ള ചുരം, വീരാജ്പേട്ട ചുരമാണ് പേടി. അങ്ങനത്തെ പേടിയല്ല, മണ്ണ് ഒലിച്ചു വരല്, 2 മരങ്ങൾ പൊട്ടല്, ബ്ലോക്ക് ആവല്, ഇതൊക്കെയാണ് പേടി. ഒരു 28 കിലോമീറ്ററോളം ഉണ്ട്. 28 കിലോമീറ്ററോളം ഉണ്ടത്. ഞാനിപ്പോൾ ഒന്ന് മഴയൊന്ന് കാണിച്ചില്ലാന്ന് വെച്ചിട്ടാണ്, അതായത് ഒരു ഇരുണ്ട് കെട്ടിയ മഴ ഒന്ന് കാണിച്ചില്ലാന്ന് കരുതിയിട്ടാണ്.
എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇരിട്ടി എത്തുമ്പോഴും നമുക്ക് നേരത്തെ ആ സമയത്ത് കിട്ടിയ മഴയുണ്ടല്ലോ, കൂത്തുപറമ്പ് കഴിഞ്ഞപ്പാടും കിട്ടിയ മഴ, അത് ഇനിയും നിന്നിട്ടില്ല. ഇരുണ്ട് മൂടി കെട്ടിയിരിക്കുക തന്നെയാണ്. അങ്ങനെ ഇരിട്ടി ടൗണിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. എക്സാക്ട്ലി ഇരിട്ടി ടൗൺ എത്തി. എക്സാക്ട്ലി ഇത് കണ്ടോ, ഇരിട്ടി ബസ് സ്റ്റാൻഡ്. അങ്ങനെ വീണ്ടും ബാംഗ്ലൂരേക്ക് പോകുന്ന യാത്രയിൽ ഇരിട്ടി പാലത്തിൽ കൂടി വീണ്ടും കടന്നു പോവുകയാണ് നമ്മൾ. ഇരിട്ടി പുഴ അതാ പാലം. ഞാൻ വിചാരിച്ച അത് വൺ വേ ആണ്, അതുവഴി പോവാണ്, ഇതുവഴിയും പോവാണ്. അതുകൊണ്ട് പഴയ പാലം തൊട്ടപ്പുറത്തെ കാണുന്നുണ്ടോ, പഴയ പാലം ടു വേ തന്നെയാണ് കേട്ടോ പാലം. പുഴയെ നിറച്ചും കലങ്ങിയിരിക്കുകയാണ്, നല്ല മഴയാണ് പെയ്യുന്നത്. ലെഫ്റ്റ് തളിപ്പറമ്പ്, ഇവിടെ തളിപ്പറമ്പിൽ പോകുന്ന വഴി അതാണ്. തളിപ്പറമ്പ് വഴി നമ്മളങ്ങനെ മൈസൂർ റോഡിലേക്ക് കയറി. മൈസൂർ റോഡ് സമയം ഇപ്പം 7:25, എക്സാക്ട്ലി 7:25. കൂട്ടുപുഴയൊക്കെ കഴിഞ്ഞു. സമയം 7:43. പിന്നെ ഇവിടെ നിന്ന് ഇപ്പം മഴ അത്ര കാണുന്നില്ല. അത് വരെ ഇരിട്ടി കഴിഞ്ഞ് കൂട്ടുപുഴ വരെ ഗംഭീര മഴയല്ലേ, സോറി നല്ല മഴയല്ലേ, അടിപൊളി മഴയായിരുന്നു. അപ്പം നിങ്ങളിപ്പം വീഡിയോ കണ്ടു കാണൂലേ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വേഗം പിടിക്കാന്ന്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഈ ഒരു സംഭവം എന്തെങ്കിലും മരച്ചില്ലായിട്ട് വീട് നമ്മൾ ഇവിടെ തന്നെ കൊടുക്കും. പിന്നെ അതിനുശേഷം നമ്മൾ മാനന്തവാടി റോഡ് വഴി പോകണം. അതുവഴി ഇപ്പം മഴയത്ത് എങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ സ്ഥലമാണ് നമ്മുടെ മുമ്പിലത്തെ വീഡിയോയിലും കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇവിടുന്ന് അധികം കാണിക്കില്ല മഴ കാരണം. ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കാണിക്കാതെ. കാണുന്നില്ലെങ്കിൽ മഴയൊന്നും കാണുന്നില്ല. ഇത് അമ്പൂൻ്റെ പീടിയ എന്ന് പറഞ്ഞ സ്ഥലം. ഇതിന് ശേഷം നമ്മൾ ചുരം തുടങ്ങുന്നു. കഴിഞ്ഞ വീഡിയോയിലെല്ലാം കാണിച്ചത് പറഞ്ഞിരുന്നു, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും വീണ്ടും പുതിയ ആൾക്കാരും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അറിയാലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇവിടെ നിന്നൊരു എക്സാക്ട്ലി ഒരു 10-20 കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനെ മലകൾ തന്നെ കയറി ഇറങ്ങണം. ഇത് നല്ല മഴയുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഈ വണ്ടിയിലൊന്ന് ഓവർടേക്ക് ചെയ്യട്ടെ. ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം പ്രശ്നമില്ലാതെ അങ്ങ് പോകാം. 5 മിനിറ്റായി കയറിയിട്ട്, 5 ഇല്ല, ഒരു 4-5 മിനിറ്റായി കയറിക്കൊണ്ടിരിക്കുന്നത്. മഴ കാണുന്നില്ല, അങ്ങനെ തന്നെ കിട്ടിയാൽ മതി. എനിക്ക് കുറേ വരുന്ന സമയത്ത് മരങ്ങളൊക്കെ പൊട്ടി കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? അവിടെ കാണുന്നുണ്ടോ? അതാ മരക്കൊമ്പുകളൊക്കെ പൊട്ടി റോഡുമ്പിലേക്ക് വീഴുന്നുണ്ട്. അവിടെയൊക്കെ കാണുന്നുണ്ടോ? അതൊക്കെ എടുത്ത് മാറ്റിയിടും. ഞാൻ ഇവിടുത്തെ ഒരു കുഴപ്പം, നമ്മൾ കയറി മേലെ എത്തി എന്ന് വിചാരിക്കുന്നു. അടുത്തെത്താനായി നോക്കുമ്പോ ഈ അന്ന് പറഞ്ഞ ആ റോഡ് ഉണ്ടല്ലോ, റോഡ് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതായത് ടാർ ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. സമയം ഇപ്പോൾ 8:04. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മുകളിലെത്തി. മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടക് ജില്ലയുടെ നമ്മുടെ ഹാർപിൻ ബെൻഡിന്റെ കഴിയാറായി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ തൊട്ട് മുകളിലാണ് ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്നൊരു ചായ കുടിക്കണം. ഓഹോ, റോഡ് ഡെപ്താണോ അല്ലെങ്കിൽ താണു പോയതാണോ? ഇവിടെ അത് ശരി, താണു പോയതാ കേട്ടോ. അത് താണു പോയതാ, മണ്ണടിച്ചിട്ട്. മൈ ഗോഡ്, അതൊരു ഡേഞ്ചറാണ് കേട്ടോ. അത് ഡേഞ്ചറാണേ. അതിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്.
ഞാൻ വിചാരിച്ചു ഈ റോഡ് ആടെ നന്നാക്കിയാണ്ട് അതിന് ശേഷം അങ്ങോളം നന്നാക്കി വെച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നി ഇത് താറ് ചെയ്ത് തന്നെയാണ്. താറ് ചെയ്തിട്ട് ഇത്ര പെട്ടെന്ന് 1 വർഷം കൊണ്ട് തന്നെ ഇങ്ങനെ കുഴിയായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ അന്ന് വരുന്ന സമയത്ത് താറില്ലായിരുന്നില്ല എവിടെയൊന്നും. വലിയ കുഴിയാണേ, നോക്കിയാൽ കാണുന്നില്ലേ, വലിയ കുഴി. ഇതെന്തെന്നാ 1 വർഷം ആകുമ്പോഴത്തേക്ക് റോഡ് ഇങ്ങനെയായി പോവാ. എന്നാ പിന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൂടെ അല്ലേ? താഴെ കണ്ടതുപോലെ മഴ ചെയ്യുന്നത് നോക്കിയാൽ ഇപ്പടുത്ത് ചെയ്ത റോഡ് ഇങ്ങനെ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന അവസ്ഥ അല്ല? ഇതിന്റെ പേരെ വീണ്ടും ടാറിങ് ഉണ്ടാവോ? ടാറിങ് ഉണ്ടെങ്കിൽ അടുത്ത പണി വീണ്ടും അധികമായില്ലേ, മൊത്തം കുഴി. അടിപൊളി കോടമഞ്ഞ് അങ്ങനെ ടോപ്പിലെത്തി. അടിപൊളി സ്ഥലം. നമ്മള് വിചാരിക്കുന്ന സ്ഥലം ലേക്ക് വ്യൂ, പക്ഷെ ഞാൻ ഇവിടെ കഴിക്കുന്നില്ല. അതിന്റെ മുകളിലുള്ള സ്ഥലത്ത് കഴിക്കാന്ന് വിചാരിക്കും, മുകളിലുള്ള ഹോട്ടലില്. ഓ ഇത് പൂട്ടിപ്പോയി, ഇത് പൂട്ടിപ്പോയി. നമ്മള് അങ്ങനെ മുകളിലെത്തുന്നു. എന്താ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ്. കൂർഗ് ഗേറ്റ് എന്ന് പറഞ്ഞത് തൊട്ട മുകളിൽ. ഞാൻ കാണിച്ചുതരാം, വീഡിയോ കാണിച്ചുതരാം. അടിപൊളിയായിട്ടുള്ള ദോശ, മസാല ദോശ, ചട്നി, വട എല്ലാം അടിപൊളി. പിന്നെ ഇവരൊക്കെയുള്ള ഭക്ഷണം വന്നിട്ട് അതിനൊക്കെ ടോപ്പ് ഞാൻ അടിക്കുന്നത്. നല്ല വിശപ്പ്. കൂർഗ് ഗേറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ്. മഴയാണ്, ഞാൻ പിന്നെ പുറത്തുനിന്ന് എന്ത് എടുത്തതേ ഇല്ലല്ലോ, അതുകൊണ്ട് വീഡിയോ എടുത്തതാണ്. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടൽ. കണ്ടോ കണ്ടോ, ഗംഭീര അറ്റ്മോസ്ഫിയറാ കാണുന്നില്ലേ? അവിടെ ഒരു ഫോട്ടോ എടുക്കേണ്ട വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഹോട്ടൽ മാത്രമേ ഈ വരുന്ന ഏരിയയിലുള്ളൂ. അങ്ങോട്ടാണ് നമുക്ക് വിരാജ്പേട്ട ഗോണിക്കുപ്പ പോകേണ്ടത്. വിരാജ്പേട്ട ടൗണിൽ ലെഫ്റ്റ്. ഗോണിക്കുപ്പ ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ നല്ലോണം ലേറ്റായി, സമയം 9:30 അവിടെ നിന്ന് ചായ കുടിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ലോണം ലേറ്റായി പോയി. 8:30 എത്തിയിട്ട് നമ്മൾ വെറും അവിടെ നിന്ന് ഇറങ്ങിയത് 9 മണി 9:10 ഇറങ്ങിയത്. അതിനുശേഷം നമുക്ക് എയർ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു, എയർ ചെയ്തു. അതിനുശേഷം മോശമായിരുന്നു, റോഡിലേക്ക് കൂടി വളരെ മെല്ലനെ എനിക്ക് വരാൻ പറ്റിയ. വെറും 10-15 കിലോമീറ്ററോളം ഞങ്ങൾ വെറും അരമണിക്കൂറിന് എടുത്ത് കവർ ചെയ്തത് നമ്മൾ. ഗോണിക്കുപ്പ ബസ് സ്റ്റാൻഡ്, അത് നല്ല വൃത്തിയിൽ ബസ് സ്റ്റാൻഡ്. ഇപ്പം അത് കണ്ടോ, ഗോണിക്കുപ്പ ബസ് സ്റ്റാൻഡ് എന്താ പണ്ട് ഇങ്ങനെയൊന്നും വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, കണ്ടോ? ഇതിപ്പം നന്നാക്കിയിട്ടുണ്ടല്ലേ. നമ്മള് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ ഉള്ളിലെ കൂടി പോയിക്കൊണ്ടിരിക്കാൻ ആവുന്നുള്ളൂ, എത്തിയിട്ടില്ല. ഞാൻ എത്താനായി എന്ന് വിചാരിച്ചു. നോക്കുമ്പോഴാണ് ഇത് കണ്ടത്. ഇത് കണ്ടോ, ഇത് പ്ലാന്റേഷൻ സ്ഥലമാണ്. ഇതെല്ലാം കാപ്പിക്കുരുകൾ ഉണ്ടാവും, പിന്നെ തോട്ടങ്ങൾ. അപ്പോൾ അത് നേരെ നമ്മളിപ്പോൾ നേരെ ബന്ദിപ്പൂർ ടൈഗർ ഫോറസ്റ്റിലേക്ക് കയറുവേ. പിന്നെ നമുക്കിനി ഹുൻസൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 35 കിലോമീറ്റേഴ്സ് ആണുള്ളത്. ഫോറസ്റ്റിന്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ അതിനുശേഷം മഴയേ ഉണ്ടായിരുന്നില്ല. ചെറുങ്ങനെ ഒന്ന് പാറി പോവാന്നല്ലാണ്ട് ചാറി പോവുക എന്നല്ലാതെ കൂടുതൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ ഫോറസ്റ്റ്. ഇതാണ് വളരെ വലിയ ഒരു ഫോറസ്റ്റ് ആണ് ഇവിടുന്ന്. സത്യമംഗലം കാട് എന്നെല്ലാം കേട്ടിട്ടില്ലേ? അതെല്ലാം ബന്ധപ്പെടുന്നത്. അത് 3 സ്റ്റേറ്റിന്റെ അടുത്ത്. കേരളം അധികം ഉണ്ടാവില്ല. കേരള സുൽത്താൻ ബത്തേരി ഭാഗങ്ങളിലെ കേരളത്തിൽ ടച്ച് ആവുക. പിന്നെ കർണാടക, തമിഴ്നാട്, അതേപോലെ കേരളം. ഇതിന്റെ 3ന്റെയും ബൗണ്ടറി ഉള്ള ഒരു വലിയ ഫോറസ്റ്റ് ആണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ്. പിന്നെ ഇത് ഈ കാടിന്റെ ഉള്ളിലെ കൂടി നല്ല അതിമനോഹരമായ സ്ഥലമാണ്. മാത്രമല്ല ഇവിടെയൊക്കെ ഇതിന്റെ എലിഫന്റ് ക്രോസിംഗ് ഏരിയ ഉണ്ട്. എലിഫന്റ്സിനെ കാണാനും പറ്റും. രാത്രി ഞാൻ ഒരു പ്രാവശ്യം വ്ളോഗിൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അടുത്ത് ഇവിടെ നമ്മളെ റോഡിന്റെ അടുത്ത് ആന നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ, ചെറുങ്ങനെ ഒന്ന് കാണിട്ടേ ഉണ്ടാവുള്ളൂ. ഇന്ന് അതിന്റെ ഭാഗ്യമുണ്ടോ നോക്കട്ടെ. ഏതായാലും ആനനെ ഇതുവരെ കണ്ടിട്ടില്ല, കാണാനുള്ള ഭാഗ്യമില്ല എന്ന് തോന്നുന്നത്. ലെഫ്റ്റ് റൈറ്റ് ഞങ്ങൾ നോക്കി പോവാണ്. ആനനെ എവിടെയും കാണുന്നില്ല. അത് നിങ്ങളുള്ള റോഡാണ്. നല്ല ഇപ്പൊ നിറച്ചു ഹമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ടാറ്റാ സിയറ പോകുന്നത്, പിന്നെ യെല്ലോ കളർ ടാറ്റാ സിയറ. റോഡ് നോക്കിയാ നിങ്ങളത്ത് കാണുന്ന കണ്ടോ? ഇതിലെ ഏറ്റവും ഭംഗിയേറിയ ഒരു സ്ഥലമാണ്. നോക്കിയാ കാണുന്നുണ്ടോ? ദൂരത്ത് കാണുന്നുണ്ടോ? നിറച്ചു ഹമ്പാണേ, നിറച്ചു ഹമ്പ്. ഒരാൾക്ക് നല്ലതാ. പണ്ട് കാലങ്ങളിലൊക്കെ സ്പീഡിൽ അടിച്ചു വരാനാണ് പതിവ്. ഇപ്പൊ ഹമ്പ് വെച്ചോണ്ട്
എന്താ അധികം സ്പീഡിൽ വരാൻ പറ്റില്ല. അത് തന്നെ പിന്നെ ആക്സിഡൻസ് കുറവാണ്. ഇപ്പം കൂടുതൽ വണ്ടികളും ആയി കേട്ടോ. അതിൽ കൂടി കാണുന്നില്ലേ നിങ്ങൾ? ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇനി നമ്മൾ അടുത്തെത്തേണ്ട പട്ടണം അതായത് ടൗൺ ഹുൻസൂർ ആണ്. ഹുൻസൂർ ടൗൺ. എങ്ങനെയുണ്ട് സ്ഥലങ്ങൾ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി എന്ന് പറയണോ? അതിലപ്പുറം വേറെ കണ്ടേക്ക് പറയണല്ലേ? ഒരു മിനിറ്റ്, വണ്ടി പോട്ടെ. നോക്കിയ എന്ത് ഭംഗിയാ സ്ഥലം. നോക്കിയ അപ്പുറത്തും ഇപ്പുറത്തും മെയ് ഫ്ലവർ എന്നല്ലേ പറയുന്നതിന്? മെയ് ഫ്ലവർ റെഡ് കളർ ഫ്ലവർ ഉണ്ടാൽ ഇത് യെല്ലോ ആണ് കാണുന്നത്. പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് കൃഷിയിടങ്ങളാണ്. കാണുന്നുണ്ടോ? അത് ഒന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ നല്ല കൃഷിയിടങ്ങൾ കണ്ടില്ലേ? ഇതാ കഴിഞ്ഞില്ല കേട്ടോ. ഇതൊക്കെ കൃഷിയിടങ്ങൾ തന്നെ. എന്ത് ഭംഗിയാ. മഴ നല്ലോണം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇങ്ങോട്ട് ഇനിയും. പക്ഷെ നാട്ടിൽ നിന്ന് റെഡ് അലേർട്ട് ഇപ്പം കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ലീവാണ് അനുവദിച്ചിട്ടുണ്ട്. എന്ത് നല്ല കൃഷിയിടങ്ങളാ ഇപ്പം കഴിഞ്ഞല്ലേ? അപ്പൊ ഇന്ന് നാട്ടിൽ റെഡ് അലേർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലീവ് അനുവദിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ മൈസൂർ റോഡ്, അതായത് മംഗലാപുരത്ത് നിന്ന് വരുന്ന റോഡിൽ കയറി കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെ പണി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല റോഡായിരുന്നു ഇത്ര നേരം വന്നത്. നല്ല അടിപൊളി റോഡായിരുന്നു വന്നത്. പിന്നെ എന്താ പറയാൻ വിചാരിച്ചേ, പക്ഷേ കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ഇപ്പൊ പണി നടക്കുന്ന പറഞ്ഞില്ലേ, അവിടെ കുറച്ച് ഇതുണ്ടായിരുന്നു, മോശമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. ഈ നല്ല റോഡിൽ മൈസൂർ റോഡിൽ കയറിയപ്പോഴാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ കുറച്ച് സ്പീഡിൽ പിടിച്ച് വരികയായിരുന്നു. ഇപ്പൊ സമയം 10:15 10:15 നമ്മൾ ഹുൻസൂർ കഴിഞ്ഞു. ഹുൻസൂർ കഴിഞ്ഞില്ല, കറക്റ്റ് ഹുൻസൂർ ടൗൺ എത്തുന്നു. അപ്പൊ മൈസൂർ റോഡിലാണല്ലോ ഇപ്പൊ. ഇനി ബ്ലോക്ക് ഉണ്ടാവും. മൈസൂരിലേക്ക് പോകുന്ന വണ്ടികളുടെ നല്ല ബ്ലോക്ക് ആയിരിക്കും. ഇതുണ്ടോ കക്കിരിയാണ്. നമ്മൾ വണ്ടി ഒന്ന് നിർത്തിയതാ. വരുന്ന സമയത്ത് ഇതേപോലെ ധാരാളം അപ്പുറത്തെ ഷോപ്പ് ഉണ്ടാണ്ട് അവിടെയൊക്കെ ഉണ്ട് ധാരാളം. ഒക്കെ കാണുന്നതൊക്കെ കക്കിരികൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇവിടുത്തെ തോട്ടത്തിൽ തന്നെയുള്ളത്. മാങ്ങി ഇവിടെ തോട്ടം എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു കക്കിരിയും ഒരു മാങ്ങയും പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ അവരെ ഉള്ളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ കട്ട് ചെയ്താണ്. കേട്ടോ, കട്ട് ചെയ്യുന്നു. ഓക്കെ, ഭയങ്കര മധുരമൊന്നുമില്ല, കുഴപ്പമില്ല. ഇത് മൈസൂരേക്ക് പോകുന്ന റോഡ്. നല്ല തിരക്കാണ്. എന്താ തിരക്ക്! നല്ല റഷ്യ. ഇത്ര സമയം 10:45. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിങ്ങിൽ കക്കിരി കഴിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നമ്മളെ ട്രെയിനിൽ വരുന്ന സമയത്ത് അതുപോലെ ഒരു കക്കിരി വിൽക്കുന്നത് നോക്കി നിന്ന്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയെന്ന് തോന്നുന്നു, മറന്നുപോയി. മുമ്പേ ഒരു പ്രാവശ്യം കിട്ടിയിരുന്നു. ഞാണ്ട അവിടെയുള്ള കടകളിലെല്ലാം ഇഷ്ടംപോലെ കക്കിരി ഇവിടെ നിന്ന് തോട്ടത്തിൽ പറിച്ചുണ്ടാക്കിയതാണ്. അതിന് 10 രൂപയാണ് അതിന്. പിന്നെ മാങ്ങി. ഇത് ഹസനിന്ന് വരുന്ന റോഡാണത്. ഹസൻ എനിക്ക് തോന്നുന്നേ, കറക്റ്റ് കിട്ടുന്നില്ല. ഹസനിലേക്ക് പോകുന്ന ബോർഡാണ് അവിടെ നിന്ന് കാണിച്ചിട്ട്. പിന്നെ നമ്മൾ അങ്ങനെ മൈസൂർ റോഡിലേക്കാണ് വീണ്ടും കയറിയിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് 4 ലൈൻ റോഡാണ്. അപ്പുറത്തെ 2 ലൈൻ, ഇവിടെ ഇപ്പുറത്തെ 2 ലൈൻ. നമ്മൾ മൈസൂർ ടൗണിൽ സിറ്റിയിലേക്ക് പോകുന്നില്ല. സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല തിരക്കിലും ബ്ലോക്കിലും കൊടുക്കും. ഇപ്പം കറക്റ്റ് 10:55. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ എൻ്റെ പണ്ടൊരു പ്രാവശ്യം ഞാൻ ബാംഗ്ലൂർ ബ്ലോഗിൽ രാത്രി പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വഴിയുണ്ട്, ഒരു ബൈപ്പാസ് പോലത്തെ വഴി. ഞാനിപ്പോൾ കാണിച്ചു തരാം.
മൈസൂരേക്ക് ഒരു 10 കിലോമീറ്റർ ഇട്ടേ കാണുള്ളേ. ഞാനിതിപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു ബൈപ്പാസ് ഉണ്ട്, അത് ബ്ലോക്ക് ആവും ചിലപ്പോൾ പോകാൻ സമ്മതിക്കും, അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. അതവിടെ ഒരു വിഷയങ്ങളുണ്ട്, ഞാൻ പറയാം. ഇതാണ് റോഡ്. റൈറ്റ് മെയിൻ റോഡ് പോകുന്നത് മൈസൂരേക്കാണ്, 10 കിലോമീറ്റർ കാണും. ഇതാണ് ബൈപ്പാസ് ഉണ്ടോ, നേർക്ക് പോകുന്നത് നമ്മളിതായി പോകുന്നത് ബൈപ്പാസ് ഉണ്ടോ. ഇത് കണ്ടോ ബാരിക്കേഡ് വെച്ച് കണ്ടോ, രാത്രി കാലങ്ങളിൽ ഇങ്ങോട്ട് അനുവദിക്കില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സ്ഥലത്തെ കൂടെ രാത്രി കാലങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മളെ പിടിച്ചു പറിയൊക്കെ പറഞ്ഞു കേട്ടില്ലേ, വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് അടിച്ചു മാറ്റുന്നെല്ലാം പറഞ്ഞ് ലാപ്ടോപ്പ് പോകുന്നത്, പൈസകൾ കവർന്ന്, ആ ഭാഗം ഇതിലാണ്. ഇതിന് വേറൊരു ഹിസ്റ്ററി ഉണ്ട്, എന്നറിയോ? പണ്ട് കാലത്തിൽ വളരെ പുരാതന കാലത്ത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടങ്ങളുണ്ടല്ലോ, പറഞ്ഞുതരാം. ഇവിടെ ബ്ലോക്ക് എന്താ അടി കയ്യാന്ന് തോന്നുന്നു, എന്താ ബ്ലോക്ക് അടി കയ്യലാണ്. ഒന്ന് മാറി തന്നിട്ട് അടി കഴിഞ്ഞൂടെ, അതല്ലേ അതിൻ്റെ രീതി. വേണ്ട, നമുക്ക് പോവാം. ബൈക്ക് തട്ടാണ് പാവം. എനിവേ, അപ്പോൾ ഈ സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പൊ കാണിച്ചിരുന്നത് കുറച്ചത്, പക്ഷേ അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പുരാതന കാലങ്ങളിൽ, അതായത് ടിപ്പു സുൽത്താൻ ഭരണകാലത്ത് മുതൽ പോലും പണ്ട് കാലങ്ങളിലൊക്കെ കുതിരപ്പുറത്ത് വന്നിട്ട് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലങ്ങളാണ് അത്ര ഇത്. അത് എനിക്ക് പണ്ട് ബാംഗ്ലൂർ ബസ്സുകളിൽ പോകുമ്പോൾ ബസ് രാത്രി ഈ റോഡിൽ വരാണ്ട് അങ്ങനെ പോകുന്ന സമയത്തൊക്കെ അതിൽ ഡ്രൈവറൊക്കെ എനിക്ക് പറഞ്ഞ കഥയാണ്. പണ്ട് കാലങ്ങളിൽ തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് അങ്ങോട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, പിന്നെ നേരെ ആൾതാമസമൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഏരിയ ആണ്, കുറേ കാടുകളൊക്കെ പിടിച്ച ഏരിയ ആണ് അത്ര. അപ്പൊ ഇതാണ് ഞാൻ പറയുന്ന ആ ഏരിയകള് കണ്ടോ, പണ്ട് കാലത്തെ പോലത്തെ. നോക്കിട്ട് അങ്ങോട്ടൊക്കെ കുറ്റിക്കാടുകൾ നോക്കിയിട്ട് കണ്ടോ, ഇതുപോലത്തെ ഏരിയകളില് വളരെ പുരാതന കാലം അല്ല, വളരെ പഴയ കാലത്തിലെ ഞാൻ പറഞ്ഞ നേരത്തെ. ഇപ്പോഴത്തെ സമയത്ത് എന്താ ചെയ്യുക, ഇവിടെ ഈ റോഡിൽ നിന്നിട്ട് വണ്ടിയുടെ ഗ്ലാസ് രാത്രി കാലങ്ങളിൽ മുട്ടയേറ്, അതേപോലെ ഒരു ബൈക്ക് ആദ്യം മുമ്പിൽ പോകും, അതിന് ക്രോസ് ചെയ്യും, പിന്നെ ബാക്കിൽ കുറേ വണ്ടികൾ വരും. അങ്ങനെയൊക്കെ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള തോന്നുന്നത്, ആർക്കറിയാം. നേരത്തെ പറഞ്ഞത് ഇങ്ങനത്തെ ഏരിയയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. ഇതുപോലത്തെ ഏരിയ ആയിരുന്നു വളരെ പണ്ട് കാലങ്ങളിലൊക്കെ. ഇപ്പോൾ ഓരോ ആൾക്കാർ വാങ്ങി ബൗണ്ടറി എല്ലാം കെട്ടിച്ചു. പണ്ട് കാലത്ത് നോക്കും കുതിരപ്പുറത്തൊക്കെ വരുന്നത് ആലോചിച്ച് നോക്കും, നമ്മൾ സിനിമകളിലെല്ലാം കാണുന്ന പോലെ. റൈറ്റ് സൈഡിലും ഇങ്ങനെ തന്നെ കണ്ടോ, റൈറ്റ് സൈഡിലും കണ്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് ബാംഗ്ലൂരേക്ക് ഇനി 150 കിലോമീറ്റേഴ്സ് ഉണ്ടാവും, ഏകദേശം 150-55. ഒരു 2.5 മണിക്കൂർ വേണ്ടി വരും. ഹൈവേയിലായതുകൊണ്ട് നമുക്ക് 2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. പക്ഷേ എങ്കിലും നമ്മൾ അവിടെ നിന്ന് എനിക്ക് പോകേണ്ട സ്ഥലം യശ്വന്ത്പുരം അല്ലേ, യശ്വന്ത്പുരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. രാമയ്യ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടാവും, അതുകൊണ്ട് 2.5 ആണ് എത്തുന്നത്. അതിന് മുമ്പേ എത്തുന്നു പ്രതീക്ഷിക്കുന്നില്ല ഞാൻ. നമ്മളിങ്ങനെ ബൈപ്പാസിൽ കഴിയാറായി കേട്ടോ. അപ്പോൾ ഈ റോഡ് ഒരു 2-3 വർഷം മുമ്പേ, 4 വർഷം മുമ്പേ തോന്നുന്നു, ഞാൻ 2022-ലോ 2021 വരുന്ന സമയത്ത് ഈ റോഡ് പണി നടക്കുന്നിട്ട് രാത്രി പ്രാവശ്യം ഞങ്ങൾ ഷൈജുവിൻ്റെ കൂടെയൊക്കെ വന്ന് ഓർമ്മയില്ലേ, ആ സമയത്ത് ഈ റോഡ് പണി നടക്കുന്നിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ഒരു 2 കിലോമീറ്റർ നോക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് 10 കിലോമീറ്ററോളം റോഡേ ഇല്ലാണ്ട് രാത്രി പോയാൽ എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പം നോക്കിയാൽ നല്ല റോഡാക്കിയിട്ടുണ്ട്, അടിപൊളിയാണ്. ഇപ്പോൾ എളിര് ഒന്ന് രണ്ടും. അപ്പം നമ്മൾ വരുന്ന സമയത്ത് ഇളനീര് കണ്ടപ്പോൾ നിർത്തിയിട്ട് കുടിക്കാൻ നിൽക്കുന്നത്. അപ്പം ഇളനീരിൽ നല്ല വലിപ്പമുള്ളത്, എന്താ പറയുക, വെള്ളമുള്ളതും, അതേപോലെ എന്താ പിന്നെ പറഞ്ഞേ മാല എന്ന് പറയും. അപ്പോൾ കന്നഡ അത്ര എനിക്കറിയത്തില്ല. ഇപ്പം ഒരു ഇളനീര് S2 60 രൂപ. അപ്പോൾ ഒന്നിന് 60. ഇതിൽ ഇളനീരുണ്ടാവും കേട്ടോ, ഇളനീരുള്ളതിന് ഉണ്ടാ ഒപ്പം നല്ല വെയിറ്റുണ്ട്. നല്ല അടിപൊളി ഇളനീര്.
നോക്കിയാൽ 60 രൂപ കൊടുത്താലെന്താ സൂപ്പർ സാധനം. നമ്മുടെ നാട്ടിൽ 30-40 ഇപ്പോൾ ഇല്ലേ, 50 ഉണ്ടല്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ അല്ലേ. നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞിട്ട് അങ്ങനെ ഹൈവേയിലേക്ക് കയറുന്നതാണ്. ഇതാണ് നമ്മളെ ബാംഗ്ലൂരു ഹൈവേ. തുടങ്ങിയിട്ടില്ല, ഐ മീൻ നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞ് റെഡിയായ ഹൈവേയിൽ കയറി. മറ്റേ പുതിയ വന്ന ഹൈവേ ഉണ്ടല്ലോ, അത് ഇനി കയറിയിട്ടില്ല. ഇത് ഇപ്പോഴും 4 ലൈനാണ്, മറ്റേത് 6 ലൈനല്ല. കുറച്ച് മുന്നോട്ട് ഇപ്പോൾ കാണിച്ചു തരാം. വെൽക്കം ടു ഹിസ്റ്റോറിക്കൽ ടൗൺ ശ്രീരംഗപട്ടണ. സമയം 11:45. ഞാൻ നല്ലോണം നിർത്തി, അവിടെ നിന്ന് ഇളനീര് കുടിച്ചു. നമ്മളങ്ങനെ ഹൈവേന്റെ അടുത്തേക്ക് എത്തി കേട്ടോ. നമ്മള് ഹൈവേന്റെ അടുത്തേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈവേ നേരെ മൈസൂരേക്ക് പോകുന്ന കേട്ടോ. നമ്മള് മറ്റേ ബൈപ്പാസ് വന്നതുകൊണ്ടാണ് ഹൈവേയിൽ നേരെ കയറാതെ പാരലായിട്ട് പിടിച്ച് വണ്ടി ഓടിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ എന്താക്കും, ഹൈവേയിലേക്ക് ഇപ്പം കയറും. ഇവിടെയാണ് ഹൈവേ കാണുന്നത്. എനിക്കിപ്പോൾ സംശയം എന്താ അറിയാം, ടോളിന്റെ കഴിഞ്ഞിട്ടാണോ ഞാൻ എത്തുന്നത്, അതായത് ടോൾ കഴിഞ്ഞിട്ടാണോ അതോ ടോളിന് മുമ്പേ എത്തിയോ എന്ന് അറിയുന്നില്ല. ഏതായാലും ഹൈവേന്റെ ഉള്ളിൽ കയറണം. ഇതാണ്ടോ, ഇതാണ് ഈ കാണുന്നതാണ് ഹൈവേ. നമ്മൾ കയറാം. ഓക്കെ, അങ്ങനെ ഹൈവേയിൽ കയറി. ഇതാണ് ടോള് കേട്ടോ. അപ്പൊ ടോള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ദൂരത്ത് കാണുന്ന ഇത് ഈ ബ്ലൂ അല്ല കേട്ടാ, ദൂരത്ത് കാണുന്ന അതാണ് ടോള്. കാണിച്ചു തരാം. മുമ്പിൽ പോവാൻ ഇവിടെ ക്യാമറ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ 106-105 പോയിക്കൊണ്ടിരിക്കുന്നത്. ടോൾ ഗേറ്റ് 1 കിലോമീറ്റർ. ഇവിടുന്ന് അവിടെ കാണുന്നത് 1 കിലോമീറ്റർ അല്ലേ. ടോൾ ഗേറ്റ് 500 മീറ്റേഴ്സ്. എന്തോ വലിയ ടോൾ ഗേറ്റാ. ഒപ്പ ഓക്കെ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വെൽക്കംസ് യു. അടിപൊളി. എവിടെയാ ഞാൻ പോയി നിൽക്കണ്ടേ? സാഗരം പോലെ കിടക്കല്ലേ. സാഗരം പോലെ വെച്ചാൽ 1, 2, 3 എത്ര ലൈൻ ടോട്ടല്? 11 ലൈൻ ഉണ്ട് കേട്ടോ. 11 ലൈൻ. യെസ്, കഴിഞ്ഞു. എത്ര പൈസയാന്ന് ഇപ്പം ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വണ്ടി ഓടിക്കട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ബാംഗ്ലൂർ എത്തുന്നു. ഓൾമോസ്റ്റ് നമുക്കൊരു 25 കിലോമീറ്റർ അല്ലെങ്കിൽ 28 കിലോമീറ്റർ. അപ്പോൾ എന്താ പറയാ, ഹൈവേയിൽ ഞാനൊരു സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു. അവിടെ നിർത്തിയൊന്നുമില്ല, നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഹൈവേ കാണിക്കാൻ പിന്നെ ഹൈവേയിൽ 100 കിലോമീറ്റർ ആണ് നമുക്ക് കാറിന്. ട്രക്കിന് 80 കിലോമീറ്റർ. പിന്നെ എന്താ പറയാ, ടോൾ ഗേറ്റിൽ 180 എടുത്തത്. ഒരൊറ്റ ടോൾ ഗേറ്റ് അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒന്നും കൂടി ഉണ്ടെന്നാണ് പറയാതെ. വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് പോവാം, പക്ഷെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഒന്നത് പിന്നെ അടുത്ത ടോൾ ഗേറ്റ് വന്നു. 500 മീറ്റർ അടുത്ത ടോൾ ഗേറ്റ് സെയിം പോലത്തെ. അവിടുന്ന് ഓരോ ആൾക്കാർ കട്ട് ചെയ്ത് പോകുന്ന വഴികളുണ്ട്. ഞാനത് എടുത്തില്ല, നേർക്കന്നെ പോകാന്ന് വിചാരിക്കുന്നു. നമ്മള് അങ്ങനെ ടോൾ ഇപ്പം വീണ്ടും 2 കൊടുത്തു. അത് കട്ട് ചെയ്തൊക്കെ പോകുന്ന ആൾക്കാർ കാണാനുണ്ട്, പക്ഷെ ഞാനത് ഇത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ വെച്ച് വേണ്ട, നമുക്ക് ഇനി നേർക്ക് പോയിട്ട് നമുക്ക് യശ്വന്ത്പുരമാണ് എത്തേണ്ടത്. പണ്ട് ഞാൻ പോയില്ലേ, ഓർമ്മയില്ലേ? അതേപോലെ യശ്വന്ത്പുരം എത്തണം. ഇപ്പം പണി തന്നേനെ. അപ്പോൾ പറഞ്ഞു വരുന്നത് 100 കിലോമീറ്ററിലാണ് പോകേണ്ടത്. അല്ലാത്തുണ്ടെങ്കിൽ 1000 രൂപ ഫൈനാണ്. ഇവിടെ ഒരു ഇതുണ്ട്, കാണുന്നില്ലേ? ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ സ്പീഡ് കാണിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും.
ഇനി നമുക്ക് 25-28 കിലോമീറ്ററൊക്കെ ഉള്ളൂ. പിന്നെ സമയം ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ 12:55 നമ്മൾ ഓൾമോസ്റ്റ് 1 മണിക്ക് തന്നെ ബാംഗ്ലൂർ എത്തി. നമുക്കൊരു 6 മണിക്കൂർ ട്രാവലിംഗ്. നമ്മളൊരു 7 മണി കൂട്ടിക്കോ, 6:45 6:30 ഇറങ്ങിയത്. നമ്മൾ കൂത്തുപറമ്പെത്തുമ്പോഴത്തേക്ക് 7 മണി. കൂത്തുപറമ്പ് ടു ബാംഗ്ലൂർ നമ്മൾ കുറച്ച് നിർത്തിയിട്ടെല്ലാം വരികയാണെങ്കിൽ നമ്മൾ 6 മണിക്കൂർ നമ്മൾ എന്തായാലും എടുക്കും. പിന്നെ നിർത്താതെ വരികയാണെങ്കിൽ നമുക്കൊരു 5 മണിക്കൂർ കൊണ്ട് എത്താം രാവിലെ പുറപ്പെട്ടാൽ. പകൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഇപ്പം തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ബാംഗ്ലൂർ സിറ്റിയിലേക്ക് എൻ്റർ ആവുന്നു കേട്ടോ. രാജേശ്വരി ഡെന്റൽ കോളേജ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ കെങ്കേരി എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെട്രോ സ്റ്റേഷനാണ്. ട്രെയിൻ ഇതാ പോകുന്നു, മെട്രോ സ്റ്റേഷൻ ട്രെയിൻ പോകുന്നുണ്ട്. അതാ കേട്ടോ, മെട്രോ ട്രെയിനാണ് ഇത്. ലാസ്റ്റ് സ്റ്റോപ്പാണ്, കെങ്കേരിയാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. കെങ്കേരി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഓർമ്മ ശരിയാണെങ്കിൽ കെങ്കേരിയാണ്. നമ്മൾ യശ്വന്ത്പുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പം സാറ്റലൈറ്റ് എത്തുന്നതിനെക്കാട്ടും മുമ്പേ ഒരു ലെഫ്റ്റ് എടുത്തു. അതുവഴിയാണ് മാപ്പ് കാണിക്കുന്നത്. ഈ വഴി തന്നെയാണ് പോകേണ്ടത്. കാരണം എന്താ വെച്ചാൽ നേരെ മെജസ്റ്റിക്കിലങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ അങ്ങ് 2 മണിക്കൂർ എടുത്താലും നമ്മൾ അങ്ങ് എത്തില്ല. ആ പാടൊരു 17 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. നമ്മൾ നേരത്തെ 28 കിലോമീറ്റർ നമ്മൾ കങ്കേരി റെയിൽവേ സ്റ്റേഷൻ, ഐ മീൻ മെട്രോ സ്റ്റേഷൻ കാണിച്ചില്ലേ? മെട്രോ സ്റ്റേഷൻ കാണിച്ചതിന് ശേഷം പിന്നെ ഒരു 1/2 മണിക്കൂറായി ഇപ്പം ബ്ലോക്ക് കുടുങ്ങിയിട്ട്. ഇപ്പം 1:30 ഇപ്പം. നേരത്തെ 12 മണി അല്ല 1 മണിക്ക് അവിടെ നിന്ന് നമ്മൾ പറഞ്ഞതല്ലേ, 12 ഇപ്പം 1:25 ഇപ്പം. ഇനിയും ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് നമ്മൾ അവിടെ എത്താൻ 45 മിനിറ്റ്സ് എടുക്കും, 17 കിലോമീറ്റർ. ഭയങ്കര ബ്ലോക്കാണപ്പാ. പിന്നെ പകല് ബാംഗ്ലൂർ സിറ്റി അറിയാലോ, അത്ര ബ്ലോക്ക് ഉണ്ടാവും. ഇതെന്താ ബ്ലോക്ക്? 1 മണിക്കൂറായി നമ്മൾ യശ്വന്ത്പുരം ഇനി എത്തിയിട്ടില്ല. ഇപ്പം നിങ്ങൾ കണ്ടത് യശ്വന്ത്പുരം മെട്രോ സ്റ്റേഷൻ്റെ പില്ലേഴ്സിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പം കണ്ടത്. അവിടെ നിൽക്കുന്നത് ഇപ്പം ഞാൻ. ആക്ച്വലി ഇവിടുത്തെയും ബ്ലോക്ക് ഉണ്ട്. ഇനിയും ടൈം കാണിക്കുന്നത് 15 to 20 മിനിറ്റ് ഉണ്ട്. അത്രയുണ്ട്, അരമണിക്കൂർ കാണിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലേക്കാണേ. നമ്മളെ വീട്ടിലേക്ക് 1/2 മണിക്കൂർ കാണിക്കുന്നത്. യശ്വന്ത്പുരം എത്താൻ ഒരു 10 മിനിറ്റും കൂടെ. മെയിൻ എന്താ പറയുക, ബസ് സ്റ്റേഷനൊക്കെ എത്താൻ. നിങ്ങളിപ്പോൾ കാണുന്നതാണ് രാമയ്യ ഹോസ്പിറ്റൽ. രാമയ്യ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ അത്തിക്കരയിലെ ഒരു ഹോസ്പിറ്റൽ. ഇത് മെഡിക്കൽ കോളേജ് കം ഹോസ്പിറ്റൽ. എവിടെയാണ് MBA പഠിക്കുന്ന കുട്ടികളും MBBS പഠിക്കുന്ന കുട്ടികളുടെ എല്ലാം സ്ഥലം ഇതാണ്. MBBSഉം MBA എല്ലാം പഠിക്കുന്ന എല്ലാം ഉള്ള സ്ഥലമാണ് ഇവിടെ. വലിയൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ എല്ലാം കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന, അനവധി കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണിത്. ഇതിലേക്കൂടെ എൻട്രൻസ് എന്ന് ചില സമയത്ത് പണ്ട് കാലത്ത് നമ്മൾ എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പം വല്ലപ്പോഴും ചില സമയങ്ങളിൽ അനുവദിക്കാറുള്ളൂ. ഇപ്പം ഗേറ്റ് അവിടെ തുറന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ ഉള്ളിൽ കയറി വന്നു. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനി എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതാ വീട്ടിലെത്താൻ ഇനി മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റും കൂടി മതി. അവിടെ ഒരു ലാസ്റ്റ് സിഗ്നൽ ഉണ്ട്, രാമയ്യ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുള്ള കറക്റ്റ് സിഗ്നൽ. പണ്ട് ഇവിടെയൊക്കെ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി, ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലാണ് പോകുന്നത്. ഇരുന്ന സമയത്ത് എപ്പം നോക്കിയാലും സൈക്കിളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഈ ഭാഗങ്ങളിലെല്ലാം ചുറ്റി നടന്ന സ്ഥലമാണ്. ഇങ്ങനെ നമ്മളിത് രാമയ്യ ഹോസ്പിറ്റൽ സിഗ്നൽ എത്തി മുമ്പിൽ. നമുക്ക് ഇവിടെ അങ്ങോട്ട് നേർക്കാ പോണ്ടേ, സഞ്ജയ് നഗർ. നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയ, പക്ഷെ നമുക്ക് ഗൂഗിൾ മാപ്പ് പറഞ്ഞ റോഡെല്ലാം ഇങ്ങനത്തെ ചെറിയ റോഡല്ലേ, അതായത് ചെറിയ ഗല്ലി പോലത്തെ ഏരിയ ആണ്. അവിടെ കൊണ്ട് ഒരു വണ്ടി ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതുവഴി പോകാൻ പറ്റാണ്ട് നമ്മൾ എന്താ പറയുക, വഴി മാറി. ഇപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ആ റൂട്ടിലെത്തി. ഗൂഗിൾ മാപ്പ് ലാസ്റ്റ് യുവർ ഡെസ്റ്റിനേഷൻ ദിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ മതിലിൻ്റെ അടുത്താണ് പോയി നിൽക്കുന്നത്. തിരിച്ച് വീണ്ടും വന്നു. ഇത് എവിടെയാണ്? യെസ് കടച്ചാച്ചി, ഇതാണ്. അങ്ങനെ ഞങ്ങളിതാ എത്തി. അങ്ങനെ അവൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. അവിടെ തന്നെയായിരുന്നു നമ്മളെ നിർത്തിയത്, തൊട്ടടുത്ത് തന്നെയായിരുന്നു. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം. ആക്ച്വലി നമുക്ക് ഉള്ളിൽ പാർക്കിംഗ് ഇല്ല. അപ്പം നമ്മൾ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പാർക്കിംഗ് തപ്പി കളിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. നമ്മൾ എൻ്റെ കസിൻ്റെ വീട്ടിലാണ് വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അവിടെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രഞ്ജു, അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.